വീട്ടിൽ അളിയനും പത്മാവതിക്കും ഒക്കെ സുഖം തന്നെയാണല്ലോ അല്ലേ? എന്താണോ സുഖമല്ലേ? നീ എന്ത് പണിയായി കാണിച്ചത്? പാൻ ഷർട്ടും ഒക്കെ ആകെ നനഞ്ഞല്ലോ. അല്ല, സാറ് വല്ലപ്പോഴല്ലേ കുളിക്കാറുള്ളൂ. ഒന്ന് കുളിപ്പിച്ചകത്തേക്ക് എന്നാന്ന് കരുതി. അല്ല, എന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി? അല്ല, ഞങ്ങളിവിടെ ടി വി വരെ ഒരു പെൺ ഇവനിവിടെ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ അങ്ങനെ. ഓ, പാച്ചുവും ഗോപാലനുമാണല്ലോ. അതെ. വാ, അകത്തേക്ക് വാ. ഒന്ന് നിന്നടാ. ഒരാളിയാ പോണ്ടേ? പണം മുടക്കി ഒന്നിനെ അവിടെ കൊണ്ടുവച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യണോ? ഒന്ന് ചുമ്മാ ഇരിയടാ. നിന്നെ ഒന്നും കുടുംബത്തെ കയറ്റാൻ കൊണ്ടുവല്ലോ. മാ തുറന്ന അലവലാതി വർത്തമാനേ വരൂ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ ചമ്മിച്ചാലുണ്ടല്ലോ. നിന്റെ ഒരു സ്ഥിരം പതിവാ. ഒരു പുണ്യാളം വന്നേക്കണം. സീട്ട് വലിക്കില്ല, മദ്യപിക്കില്ല. എല്ലാത്തിനും കൂടി ഒന്ന് മതിയല്ലോ. ചതിക്കല്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റ്. അങ്ങനെ വഴിക്ക് വാടാ മോനെ. ഡ്രസ്സിംഗ് നന്നായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. നല്ല സെലക്ഷൻ. ഒരു ഫാഷൻ പരേഡ് നടത്തിയ ഫസ്റ്റ് പ്രൈസ് ഷുവറാ അല്ലേ? അതെ, ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ബോംബെയിൽ പോയപ്പോ എടുത്തതാ. ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഞാൻ പറഞ്ഞതേ ബാലേട്ടന്റെ ഡ്രസ്സിന്റെ കാര്യമാ. ഞാൻ പറഞ്ഞത് എന്റെ ഡ്രസ്സിന്റെ കാര്യമാണ്. അല്ല, ബാലേട്ട ഒരു ദിവസം എത്ര ഡ്രസ് മാറും? 50. നീ പോയി ചായ എടുത്തുണ്ടോ? എത്ര സുന്ദരിയായ ഒരു പെൺകുട്ടി. എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം ഒരുമിച്ച് കൊടുക്കില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. വിധി അങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ നിസ്സാരമായ ഒരു കാർ ആക്സിഡന്റിൽ അവളുടെ കാല് നഷ്ടപ്പെടുമായിരുന്നു. ആന്റിക്ക് അങ്കിളിന് തോന്നുന്നില്ല ബാലേട്ട? പിന്നെ അച്ഛന്റെ കൊളസ്ട്രോളും അമ്മയുടെ ഡയബറ്റീസും ഇങ്ങനെ കോമ്പറ്റീഷൻ മൂടി പോകുന്നു. ആ ബാലേട്ട, ആ ഡോക്ടർ അങ്കിൾ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഒന്ന് കയറിയിട്ട് പോണേ. ആലോചിക്കാം. മേ ഐ കം ഇൻ സർ? പറ. എന്താ ഡോക്ടർ? നിങ്ങൾക്ക് പ്രഷർ അല്പം കൂടുതലാണെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു എനിക്ക് പ്രഷർ കൂടുതലാണെന്ന്? അല്ല, നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് കാണിച്ച ഗോഷ്ഠികളില്ലേ, അത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരുടെ ലക്ഷണമാണ്. ഇത് മൂത്താണ് മറ്റവനാകുന്നത്.